VCയെ നിയമിക്കാൻ അധികാരം ചാൻസലർക്കെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ. UGC ചട്ടവും കണ്ണൂർ VC കേസിലെ കോടതി വിധിയും ഇക്കാര്യം വ്യക്തമാക്കുന്നു. എന്നാൽ കോടതി ഇതിപ്പോൾ പരിഗണിക്കുന്നില്ല. സെർച്ച് കമ്മിറ്റിയെ വെച്ച് കോടതി VCയെ തീരുമാനിക്കുന്നത് ശരിയല്ലെന്നും ഗവർണർ പറഞ്ഞു. ദിസ്ന സുരേഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദിസ്ന, പറയൂ. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ കേരളത്തിലെ വൈസ് ചാൻസലർ, സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഈ അടുത്ത് നടക്കുന്ന കോടതിയിൽ നടക്കുന്ന വിഷയങ്ങൾ നമുക്കറിയാം. അത് സംബന്ധിച്ചുള്ളൊരു പരാമർശമാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായത്. പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് VCയെ നിയമിക്കാൻ അധികാരം ചാൻസലർക്കാണ്. അത് മുൻപും ഇത്തരത്തിൽ ഭരണഘടന തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ആ തീരുമാനങ്ങളിൽ നിന്നും മാറുകയാണ്, വൃതിചലിക്കുകയാണ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്നത് തന്നെയാണ് ഗവർണർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ ഈ UGC ചട്ടവും കണ്ണൂർ VC കേസിലെ കോടതി വിധിയും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പുരസ്കാരദാന ചടങ്ങിലായിരുന്നു ഗവർണർ പങ്കെടുത്തിരുന്നത്. ആ ചടങ്ങിനിടയിലാണ് കോടതിയുടെ ഈ ഇടപെടലിനെതിരെ ഗവർണർ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. ഇത്തരത്തിൽ ഈ ചാൻസലർക്കാണ് VCയെ നിയമിക്കുവാനുള്ള അധികാരം എന്ന ആ പരിഗണനയൊന്നും തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടാകുന്നില്ല. ഇതിലൊക്കെ തന്നെയും കോടതി ഇടപെടുന്നു എന്നൊരു കാര്യം തന്നെയാണ് ഗവർണർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിയല്ല. കാരണം ജനങ്ങളും സമൂഹവും ആഗ്രഹിക്കുന്നത് ശരിയായ നടപടികളാണെന്നും ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ യദോ ധർമ്മസ്തോ ജയാത് എന്ന ആ ഒരു വാക്യം, സംസ്കൃത വാക്യം ഉരുവിട്ടുകൊണ്ടാണ് ഗവർണർ ഇത്തരത്തിൽ കോടതിയെക്കുറിച്ച് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്നത് തന്നെയാണ്. ധർമ്മമുള്ളിടത്ത് വിജയം ഉണ്ടാവണം, അതാണ് ജനവും സമൂഹവും ആഗ്രഹിക്കുന്നത് എന്നൊരു കാര്യം കൂടി ഗവർണർ പറഞ്ഞു വെക്കുന്നു. എന്തായാലും VCയെ നിയമിക്കാൻ അധികാരം ചാൻസലർക്കാണ് എന്നത് തന്നെയാണ് ഗവർണർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഭരണഘടനയിൽ ഇത് നേരത്തെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലൊരു കടന്നുകയറ്റമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു കാര്യമാണ് ഗവർണർ വ്യക്തമാക്കിയിട്ടുള്ളത്. രോഹിണി, ശരി. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.